അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ മജീദാണ്. ആട്ടപ്പൊടി കൊണ്ട് അപ്പം ചുടാൻ അറിയാത്ത ഭാര്യയും ഭർത്താവും കാണാൻ വേണ്ടിയാണ് ഇന്ന് എൻ്റെ വീഡിയോസ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഇതാണ് ആട്ടപ്പൊടി കൊണ്ടുള്ള മാവ്. അപ്പോൾ ഈ മാവ് കലക്കിക്കണ്. അപ്പോൾ ഇനി ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിക്കണ്. ഇനി എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്ന് ഒരു കയ്യിൽ ഈ മാവ് എടുത്തുകൊണ്ട് ഇങ്ങനെ പാരുക. എന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കുക. എന്നിട്ട് ഇതിങ്ങനെ മൂടി വെക്കുക. അപ്പോൾ അപ്പം വെന്തിക്കണ്. എന്നിട്ട് ഇതിങ്ങനെ വാങ്ങിയാണ്ട് ഇതിലാണ് ഇട്ടേക്കുക. ഉണ്ടല്ലേ? ഇത്ര പണിയുള്ളൂ അപ്പം ചൂടാൻ. മനുഷ്യന്മാരെ, ഇത് ഞാൻ വീഡിയോസ് എടുക്കാൻ കാരണം എന്താ അറിയോ? നമ്മുടെ ഭാര്യമാരെ കഷ്ടപ്പാട് നിങ്ങളും അറിയണം കരുതിയിട്ട് മാത്രമാണ്. കാരണം അവർ രാവിലെ സുബൈക്ക് 4 മണിക്ക് നീച്ചിട്ട് അവർ കുളി കഴിഞ്ഞ് അവർ ഓരോ കർമ്മങ്ങൾ, ഏത് മതക്കാരായാലും അതിലത്തെ കർമ്മങ്ങൾ ഉണ്ടാകുമല്ലോ, ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് രാവിലെ അടുക്കളയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം കടക്കുമ്പോഴാണ് അവർക്കൊരു റെസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്കിത് പണി ലീവാണ്. അപ്പോൾ ഇന്ന് ഭാര്യൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ അവിടെ കടന്നോ, ഇന്നത്തെ ചായയും കടി ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞാണ്ട് ഞാനാണിന്ന് രാവിലത്തെ ചായൻ്റെ കടി എന്ന് വെച്ചാൽ റേഷൻ പിടിയിൽ നിന്ന് കിട്ടിയ ആ ആട്ടപ്പൊടി ഉണ്ടായിരുന്നു. ആ ആട്ടപ്പൊടി കൊണ്ട് അപ്പം ചുട്ടത്. കാരണം അവർക്ക് പറഞ്ഞാൽ രാവിലെ കുട്ടികളെ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ മദ്രസ, അത് കഴിഞ്ഞാൽ സ്കൂള്. അപ്പോൾ ഇതിലെ രാവിലെ ചായ, അതേമാതിരി ഇപ്പോൾ പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ചായയും കടിയും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്കും തന്നെ ചില കുട്ടികൾ സ്കൂളിൽ നിന്ന് ചോറ് മേടിക്കൂല. അപ്പോൾ ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാനും, അപ്പോൾ അങ്ങനെ ചോറുണ്ടാക്കി കൊടുക്കണം. പിന്നെ മുറ്റടി, നമ്മുടെ ഡ്രസ്സ്, കുട്ടികളെ നമ്മുടെ ഡ്രസ്സ് തന്നെ തിരുമ്പൽ, അതൊക്കെ കഴിയുമ്പോഴത്തേന് ഇവർ ചുരുക്കി പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്ത് മാത്രമാണ് അവർക്ക് ഒരു റെസ്റ്റ് ഉണ്ടാകുക. അതുവരെ പണിയാക്കാരം. അപ്പോൾ നമ്മൾ ഭർത്താക്കന്മാർ പറഞ്ഞാൽ നമ്മൾ ലീവിലെ ആ ടൈമിലൊക്കെ നമ്മളും ചെറുതായി അവരെ സഹായിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സഹായിച്ച് കൊടുത്താലാണ് ആ വീട്ടിൽ ആ വീട്ടിലത്തെ ഇനിയിപ്പോൾ ഭാര്യ ഭർത്താവ് അവർക്കുള്ള കുട്ടികൾ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ ആ വീട് ഒരു സ്വർഗം പോലെ ആയിത്തീരും. ഇത് ഞാൻ തമാശ പറയല്ല. ഓക്കെ? അപ്പോൾ എല്ലാവരും ഇതേമാതിരി ചെയ്ത് കൊടുത്തോളൂ. നിർബന്ധമായി ഞാൻ പറയുന്നില്ല. നമ്മൾ ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു സ്നേഹം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ കുട്ടികളോട്ട് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്നേഹം ഇല്ലവർ മാത്രം ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അടുക്കളയിൽ ലീവില്ലെന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. മനസ്സിലായില്ലേ? ഇതേമാതിരിയാണ് നമ്മുടെ ഭാര്യമാർ.